ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്, പുനലൂർ. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്ത് നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. White Mart, South India's largest home appliances retail network. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് സുരേന്ദ്രൻ. ആദ്യം പ്രധാന വാർത്തകൾ. കോൺഗ്രസിനെയും ഉമ്മൻചാണ്ടിയെയും കടന്നാക്രമിച്ച് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ഉമ്മൻചാണ്ടിയിലൂടെ കേരളീയ സമൂഹം അപമാനിതരായെന്നും പിണറായി. നവകേരള മാർച്ചിന് പത്തനാപുരത്ത് പ്രൗഢോജ്വലമായ സ്വീകരണം. രാഷ്ട്രീയ ജാഥകൾ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ മുന്നണികളിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് തുടക്കമാകുന്നു. പുനലൂരിലും സ്ഥാനാർത്ഥി നിർണയത്തിന് അനൌദ്യോഗിക തുടക്കം. കടക്കൽ പഞ്ചായത്തിൽ പെൻഷൻ വിതരണം അവതാളത്തിൽ. പെൻഷൻ വാങ്ങാനെത്തിയവർ നിരാശരായി മടങ്ങി. തെന്മല പഞ്ചായത്തിലും പെൻഷൻ കുടിശ്ശിക വിതരണം അട്ടിമറിച്ചതായി ആക്ഷേപം. അപകടം വിതച്ച് പുനലൂർ മൂവാറ്റുപുഴ റോഡിലെ മുക്കടവ് കൊടുമ്പളവ്. പ്രശ്നം പരിഹരിക്കാമെന്ന PWയുടെ വാക്ക് പഴംചാക്കാകുന്നു. വാർത്തകൾ വിശദമായി. കേരളം അഴിമതിരഹിതമാകണമെങ്കിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. കേരളീയ സമൂഹം ഉമ്മൻചാണ്ടി സർക്കാരിലൂടെ അപമാനിതമായിരിക്കുകയാണെന്നും പിണറായി പത്തനാപുരത്ത് പറഞ്ഞു. കേരള രക്ഷായാത്രയ്ക്ക് പത്തനാപുരത്ത് നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും UDF സർക്കാരിനും കോൺഗ്രസ് പാർട്ടിക്കുമെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് പിണറായി വിജയൻ പത്തനാപുരത്തും ഉന്നയിച്ചത്. അഴിമതിയുടെ വിഴുപ്പ് പണ്ടം ചുമക്കുന്ന ആളായി ഉമ്മൻചാണ്ടി മാറിയെന്നും പിണറായി കുറ്റപ്പെടുത്തി. ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയുള്ള ഒരു യുവത്വം, അതാണ് ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഘടകം. അത് ആ സമൂഹത്തിന്റെ പുരോഗതിക്ക് വൻതോതിൽ ഇടയുള്ള നീക്കത്തിനെതിരെ നല്ല ജാഗ്രത കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സ് പാലിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അതാണ് മതനിരപേക്ഷതക്ക് പോറലേൽക്കില്ല എന്നതിനുള്ള ഗ്യാരണ്ടി. ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു മുദ്രാവാക്യമാണ് ഞങ്ങൾ ഈ മാർച്ചിലൂടെ ഉയർത്തുന്നത്. നമുക്കെല്ലാം അതാണ്, ആ മുദ്രാവാക്യമാണ് മതനിരപേക്ഷ, അഴിമതി വിമുക്ത, വികസിത കേരളം.
പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഗ്രൌണ്ടിൽ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിലായിരുന്നു പൊതുസമ്മേളനം നടന്നത്. യോഗത്തിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം M. മീരാപ്പിള്ള അധ്യക്ഷത വഹിച്ചു. ജാഥാംഗങ്ങളായ M. B. രാജേഷ്, KJ തോമസ്, A. സമ്പത്ത്, PK ബിജു, PK സൈനബ എന്നിവർക്ക് പുറമെ CPM ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ MP, PK ഗുരുദാസൻ MLA, J. മേഴ്സിക്കുട്ടിയമ്മ, N. ജഗദീശൻ, H. നജീബ് മുഹമ്മദ്, അഡ്വക്കേറ്റ് ബിജു കെ മാത്യു തുടങ്ങി നിരവധി പ്രമുഖർ സംസാരിച്ചു. പത്തനാപുരം MLAയും കേരള കോൺഗ്രസ് B നേതാവുമായ KB ഗണേഷ് കുമാർ MLAയും കേരള രക്ഷാ മാർച്ചിനെ സ്വീകരിക്കാനെത്തിയിരുന്നു. ജീവകാരുണ്യ പ്രവർത്തകരായ ഗാന്ധിഭവൻ സെക്രട്ടറി പുല്ലൂർ സോമരാജൻ, സ്നേഹതീരം ഡയറക്ടർ സിസ്റ്റർ റോസ്ലിൻ ചെറായി എന്നിവരെ വേദിയിൽ ആദരിച്ചു. ആയിരക്കണക്കിന് പ്രവർത്തകരും അനുഭാവികളും നേതാക്കളുമാണ് നവകേരള മാർച്ചിനെ സ്വീകരിക്കാൻ പത്തനാപുരത്തും എത്തിയത്. അതിനുശേഷം B. അജയകുമാർ ജാഥയിൽ പങ്കെടുക്കുന്നത് സ്വീകരിക്കേണ്ട അവരുടെ ലിസ്റ്റ് വായിക്കും. അടുത്തതായി നമ്മുടെ MLA ശ്രീ രാജീവ് കുമാർ, മുന്നര സെക്രട്ടറി, പ്രവർത്തക സെക്രട്ടറി സോമരാജൻ, പട്ടാഴി സെക്രട്ടറി ബാലഗോപിള്ള, കലവൂർ സെക്രട്ടറി PG വാസവനന്ദി, പിടവൂർ സെക്രട്ടറി രാധാകൃഷ്ണപിള്ള, കടവൂർ സെക്രട്ടറി രാജേന്ദ്രൻ, മേഖല സെക്രട്ടറി സജീവ്, കുന്നിക്കോട് സെക്രട്ടറി സലീംകുട്ടി, ചക്കോരിക്കൽ സെക്രട്ടറി ജയചന്ദ്രൻ, വെട്ടിക്കോട് സെക്രട്ടറി അനോജ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള മുന്നൊരുക്കങ്ങൾ മുന്നണിയിൽ തുടങ്ങിക്കഴിഞ്ഞു. പുനലൂരിൽ സ്ഥാനാർത്ഥിയാകാനുള്ള തയ്യാറെടുപ്പുകളും നേതാക്കൾ ആരംഭിച്ചു. M. V. രാഘവൻ ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ മത്സരക്കളമായിരുന്നു പുനലൂർ. ചുരുക്കം ചില തവണകളിൽ മാത്രം UDF-നൊപ്പം നിന്നതൊഴിച്ചാൽ പുനലൂരിന്റെ മനസ്സ് എന്നും ഇടതിനൊപ്പമായിരുന്നു. CPI-യുടെ സിറ്റിംഗ് സീറ്റായ പുനലൂരിൽ നിന്നും കഴിഞ്ഞ 2 തവണയും നിയമസഭയിലെത്തിയത് അഡ്വക്കേറ്റ് K. രാജു ആയിരുന്നു. അതിനു മുൻപ് പ്രമുഖ CPI നേതാവും MLAയുമായിരുന്ന PK ശ്രീനിവാസന്റെ മകൻ PS സുബാലും. UDF-ൽ കോൺഗ്രസിന്റെ I ഗ്രൂപ്പിനായിരുന്നു ആദ്യം സീറ്റ്. പിന്നീട് A ഗ്രൂപ്പിന്റെ ജോൺസൺ എബ്രഹാമിനു നൽകി. ഒരു തവണ സീറ്റ് പിടിച്ചെടുക്കാൻ CMP സ്ഥാനാർത്ഥിയായി സാക്ഷാൽ M. V. രാഘവൻ തന്നെ വന്നെങ്കിലും K. രാജുവിനോട് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ചുണ്ടിനും കപ്പിനുമിടയിലാണ് കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് സീറ്റ് നഷ്ടമായത്. കേരള കോൺഗ്രസ് M ജില്ലാ പ്രസിഡന്റ് ബെന്നി കക്കാട് പ്രചാരണത്തിന്റെ പ്രാരംഭഘട്ടങ്ങളിലേക്ക് കടന്നതിനുശേഷമാണ് അട്ടിമറിയിലൂടെ ജോൺസൺ എബ്രഹാമിനെ കെട്ടിയിറക്കിയത്. ഇതിൽ കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം അതൃപ്തരുമായിരുന്നു. ഇതും ഇടതുമുന്നണിക്ക് കൂടുതൽ അനുകൂലമായി. സാമുദായിക വോട്ടുകളും തോട്ടം തൊഴിലാളികളുടെ വോട്ടുകളുമാണ് പുനലൂരിൽ ഏറെ നിർണായകം. ഇത്തവണയും സീറ്റു നേടിയെടുക്കാനുള്ള കഠിന ശ്രമത്തിലാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്. അങ്ങനെയെങ്കിൽ KLDC ചെയർമാൻ കൂടിയായ ബെന്നി കക്കാടിനെ തന്നെ മത്സരിപ്പിക്കാനാണ് മാണി കോൺഗ്രസിനുള്ളിലെ ചർച്ച. ഇതിന്റെ സൂചനയായിരുന്നു ജനരക്ഷാ യാത്രയ്ക്ക് പുനലൂരിൽ നൽകിയ സ്വീകരണ വേദിയിൽ മറ്റ് ഘടകകക്ഷി നേതാക്കളുടെ അഭാവത്തിലും ബെന്നി കക്കാടിന്റെ സാന്നിധ്യം. എന്നാൽ ഗ്രൂപ്പ് ഭേദമന്യേ ഒറ്റക്കെട്ടായി നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിച്ചു വിജയിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. ജനരക്ഷാ യാത്രയുടെ സ്വീകരണ യോഗത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള നേതാക്കളും ഇതുതന്നെയാണ് ആവശ്യപ്പെട്ടത്. പുല്ലൂർ മധു നിയമസഭയിൽ തോറ്റതിന് ശേഷം പിന്നെ നമുക്കിവിടെ MLA ഉണ്ടായിട്ടില്ല. 20 വർഷമാകാൻ പോവുകയാണ്. അവസരം കടന്നു വരുന്നു. ഈ ജനരക്ഷായാത്രയ്ക്ക് സ്വീകരണം കൊടുക്കാൻ വന്നെത്തിയിരിക്കുന്ന പാർട്ടി പ്രവർത്തകരുടെ നേതാക്കന്മാരുടെ ഈ വലിയ ജനാവലിയുടെ മുന്നിൽ വെച്ച് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ആത്മാർത്ഥമായി ഇത്തവണ വിചാരിച്ചാൽ പുനലൂരിൽ നിന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു MLA നമുക്ക് വിജയിപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു
കാലാകാലങ്ങളായുള്ള ഗ്രൂപ്പ് വൈരമാണ് കോൺഗ്രസിന്റെ പതിവ് പരാജയത്തിന് കാരണമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പോലും പറയുന്നത്. സിപിഐയുടെ സിറ്റിംഗ് സീറ്റിൽ ജനകീയനായ പ്രമുഖ നേതാവിനെ മത്സരിപ്പിച്ച് സീറ്റ് നിലനിർത്താനുള്ള ശ്രമത്തിലാണ് സിപിഐ. ബിജെപിയും പുനലൂരിൽ നല്ല മത്സരം കാഴ്ചവെക്കാനാണ് തയ്യാറെടുക്കുന്നത്. സംസ്ഥാന നേതാക്കളെ ഇറക്കി വോട്ടുനില മെച്ചപ്പെടുത്തുക എന്നതാണ് ബിജെപിയുടെയും ലക്ഷ്യം. എന്തായാലും നേതാക്കൾ നയിക്കുന്ന രാഷ്ട്രീയ യാത്രകൾ തലസ്ഥാനത്തേക്ക് ചെന്നുചേരുന്നതോടെ അടുത്ത ഘട്ടം സ്ഥാനാർത്ഥി നിർണയം തന്നെ എന്നതിൽ തർക്കമില്ല. വേനൽ ചൂടേറിയ പുനലൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും ചൂടുപിടിക്കുമെന്നതിൽ സംശയമില്ല. പൊളിറ്റിക്കൽ ഡെസ്ക്, ലൈവ് വാർത്ത. UDF സർക്കാർ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്തതിൽ തട്ടിപ്പ് നടത്തിയതായി ആരോപണം. തെന്മല പഞ്ചായത്തിലെ പെൻഷൻ കുടിശ്ശികക്കാരാണ് തട്ടിപ്പിനിരയായത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 6-നാണ് എല്ലാവിധ പെൻഷൻകാർക്കും 4 മാസത്തെ കുടിശ്ശിക അടിയന്തരമായി നൽകാൻ സർക്കാർ തീരുമാനിച്ചത്. കുടിശ്ശിക തുക ചെക്കായി നൽകാനാണ് തീരുമാനിച്ചിരുന്നത്. ജില്ലാതലത്തിൽ ആദ്യ ചെക്ക് നൽകി ഉദ്ഘാടന പരിപാടികളും സർക്കാർ സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ ഗ്രാമപഞ്ചായത്തുകളിൽ 100 കണക്കിന് പെൻഷൻകാർ ഉള്ള ഒരു വാർഡിൽ വിരലിലെണ്ണാവുന്നവർക്ക് മാത്രമാണ് പെൻഷൻ എത്തിയിട്ടുള്ളത്. ഇതിൽ പല ചെക്കുകളും ബാങ്കിൽ മാറാൻ സാധിക്കാതെ വലയുന്നവരുമുണ്ട്. ഫണ്ടില്ലാത്തതിനാൽ ചെക്ക് മാറാൻ കഴിയുന്നില്ല എന്നാണ് ബാങ്കുകളുടെ അറിയിപ്പ്. എന്നാൽ നേരത്തെ തപാൽ മുഖേന പെൻഷൻ കൈപ്പറ്റിയിരുന്നവർ ഇപ്പോൾ മാറാൻ കഴിയാത്ത ചെക്കുമായി നടന്നലയുകയാണ്. എന്നാൽ ഈ സംഭവവുമായി പഞ്ചായത്തിന് ബന്ധമില്ലെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ UDF സർക്കാർ നടത്തിയ തട്ടിപ്പാണിതെന്നും തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. ലൈലജ പറയുന്നു. തുടങ്ങിയ നിരവധിയായിട്ടുള്ള ക്ഷേമ പെൻഷനുകൾ മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് തീരുമാനമെടുക്കുകയും 4 മാസത്തെ പെൻഷൻ കുടിശ്ശിക അടിയന്തരമായി ചെക്ക് ആയിട്ട് അതാത് പഞ്ചായത്തുകളിൽ ഏൽപ്പിക്കുകയും ചെയ്യുമെന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 6-ാം തീയതി എല്ലാ ജില്ലകളിലും വലിയ പരിപാടികളൊക്കെ തന്നെ നടത്തി. നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിയും ഒക്കെ വിളിച്ച് കൊല്ലം ജില്ലയിലെ ചെക്ക് വിതരണം കൊല്ലത്ത് വർഗീസ് മെമ്മോറിയൽ ഹാളിൽ വെച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1457 ചെക്കാണ് തെന്മല ഗ്രാമപഞ്ചായത്തിൽ ക്ഷേമ പെൻഷൻ അടക്കം കിട്ടിയിട്ടുള്ളത്. അതിൽ നമ്മൾ പല വാർഡുകളിലും പെൻഷൻ സോർട്ട് ചെയ്ത് ചെക്ക് കൊടുക്കുന്ന അവസരത്തിൽ പല ആൾക്കാർക്കും ചെക്ക് കിട്ടാത്ത അവസ്ഥ. അതായത് ഗവൺമെൻറ് പറഞ്ഞതെന്ന് പറയുമ്പോൾ പോസ്റ്റ് ഓഫീസ് വഴി പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്ന ഇപ്പോൾ നിലവിൽ പെൻഷൻ ലഭിക്കാത്ത എല്ലാ ഗുണഭോക്താക്കൾക്കും കുടിശ്ശികടക്കം പെൻഷൻ ലഭിക്കും. 4 മാസത്തെ പെൻഷൻ ഉറപ്പായി ചെക്കായിട്ട് നൽകും. അത് ബാങ്കിൽ കൊടുത്താൽ ഉടനെ തന്നെ പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ചെക്ക് വിതരണം നടത്തുകയും നമ്മൾ പഞ്ചായത്തിൽ ചെക്ക് വാങ്ങിക്കൊണ്ട് വന്ന് വാർഡിൽ സോർട്ട് ചെയ്ത് കൊടുക്കുന്ന അവസരത്തിൽ പല അർഹരായിട്ടുള്ള പല ആൾക്കാർക്കും പെൻഷൻ കിട്ടാത്ത അവസ്ഥയാണുള്ളത്. പൊതുജനം ഇതിൽ തെറ്റിദ്ധരിക്കപ്പെടരുതെന്നും വിഷയം കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതിയായി നൽകിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് അറിയിച്ചു. തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ടുള്ളതിന് ഇത്തരത്തിലൊരു ചെക്ക് വിതരണം ഗവൺമെന്റ് നടത്തിയിട്ടുള്ളത് എന്തായാലും നമുക്ക് അത് അംഗീകരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മൾ സംസ്ഥാന ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെക്ക് വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ തെന്മല ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു ഉത്തരവാദിത്വവും ചെക്ക് വിതരണത്തിൻ്റെ പേരിലാണ് നമ്മൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. തുടർന്ന് ഇതുമായിട്ട് നമ്മൾ കളക്ടറും DDPയും ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്തെങ്കിലും പരിഹാരം ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഈ ചെക്ക് വിതരണം തീർത്തും ഒരു തട്ടിപ്പാണ് എന്ന് പറയുകയാണ്. ലൈവ് വാർത്ത, തെന്മല. Pushpagreel Central School, Edaman 34, managed by Pushpagreel Educational and Charitable Trust. Situated in the lap of Tenmala, India's first planned ecotourism destination, the school follows CBSE curriculum. Its prime importance is inculcating discipline and self-confidence among students with a view to emerge as global leaders. Most advanced and modern methods of teaching and learning, well-qualified teachers, fully fledged laboratory, modern computer lab, and a library. A wide green campus with architectural designed building. With the help of smart class, students learn by watching visual and animation. Pushpagreel Happy Goods is a home away from home. In Pushpagreel Happy Goods, children play, learn and grow together. It is the first and only CBSE affiliated school in Tenmala and Aringao Panchayat. Bus facilities are available in a radius of 25 kilometers. Pushpagreel Central School, Edaman 34, managed by Pushpagreel Educational and Charitable Trust. SMV Herbal Remedies Private Limited, Kunnikot.
ആയുർവേദ ഔഷധ നിർമ്മാണ രംഗത്ത് 60 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം, 17ഓളം പേറ്റന്റ് പ്രോഡക്റ്റുകൾ, അത്യാധുനിക യന്ത്ര സജ്ജീകരണങ്ങളോട് കൂടിയ പ്രവർത്തനം. GMP ISO സർട്ടിഫിക്കറ്റുകൾ നേടിയ പ്രമുഖ സ്ഥാപനം. അൾസർ, വാദം, രക്തസമ്മർദ്ദം തുടങ്ങി എല്ലാവിധ വ്യാധികൾക്കും ഉത്തമ ഔഷധങ്ങൾ. എല്ലാ കഷായങ്ങളുടെയും ക്യാപ്സ്യൂളുകൾ ലഭ്യമാണ്. ഔഷധ നിർമ്മാണ രംഗത്ത് കിഴക്കൻ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ഥാപനം SMV ഹെർബൽ റെമഡീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, കുന്നിക്കോട്. ഫോൺ 0475232533. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 15 കോടിയിൽ പരം രൂപയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണവും 1 സെലീരിയോ കാറും. രണ്ടാം സമ്മാനം 1/2 കിലോ സ്വർണം. മൂന്നാം സമ്മാനം 1/4 കിലോ സ്വർണം വീതം 2 ഭാഗ്യശാലികൾക്ക്. നാലാം സമ്മാനം 4 സെലീരിയോ കാറുകൾ 4 ഭാഗ്യശാലികൾക്ക്. അഞ്ചാം സമ്മാനം 50,000 രൂപ വീതം 56 ഭാഗ്യശാലികൾക്ക്. എല്ലാ കൂപ്പണും ഉറപ്പ് സമ്മാനങ്ങൾ. ഈ ഓഫർ ഡിസംബർ 1 മുതൽ ജനുവരി 15 വരെ മാത്രം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഇപ്പോൾ ഓരോ 1/2 കിലോ റിപ്പിൾ ടീയുടെ കൂടെ 1/2 കിലോ പഞ്ചസാര സൗജന്യം. കൂടാതെ ഓരോ 250 ഗ്രാം റിപ്പിൾ ടീയുടെ കൂടെ 13 രൂപ വിലയുള്ള സേമിയ സൗജന്യം. റിപ്പിൾ ടീ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. പെൻഷൻകാരോട് കടക്കൽ ഗ്രാമപഞ്ചായത്തും ക്രൂരത കാട്ടി. മണിക്കൂറുകളോളം കാത്തുനിന്ന പലരും പെൻഷൻ ലഭിക്കാതെ നിരാശരായി മടങ്ങി. പെൻഷൻ കുടിശ്ശിക വാങ്ങാൻ സമീപ ഗ്രാമപഞ്ചായത്തുകൾ 5-6 ദിവസങ്ങൾ നൽകിയപ്പോൾ 18ഓളം വാർഡുകൾ ഉൾപ്പെടുന്ന കടക്കൽ ഗ്രാമപഞ്ചായത്ത് നൽകിയത് വെറും 2 ദിവസം മാത്രം. 10-11 തീയതികളിൽ രാവിലെ 10:30 മുതൽ വൈകിട്ട് 4 വരെയാണ് പെൻഷൻ വിതരണത്തിന് സമയം നൽകിയത്. ചിതന, കുമ്മിൾ പഞ്ചായത്തുകളിൽ ദിവസം 4 വാർഡുകൾ വീതം 6 ദിവസമാണ് പെൻഷൻ വിതരണത്തിന് സമയം നൽകിയത്. വികലാംഗരും രോഗികളും ഉൾപ്പെടെ നിരവധി പേരാണ് കടക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ ക്രൂരതയ്ക്ക് ഇരയായത്. കടക്കൽ ജംഗ്ഷനിൽ നിന്നും 1 കിലോമീറ്ററോളം ഉള്ളിലുള്ള ടൗൺ ഹാളിലാണ് പെൻഷൻ വിതരണം നടത്താൻ സ്ഥലം കണ്ടെത്തിയത്. ഇവിടെ എത്തുന്നതിന് തന്നെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോഴാണ് ഇത്രയധികം പേർക്ക് പെൻഷൻ നൽകാൻ 2 ദിവസം മാത്രം നൽകിയത്. മണിക്കൂറുകളോളം കാത്തുനിന്ന പലരും ഒടുവിൽ നിരാശരായി മടങ്ങിപ്പോവുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ മുക്കടവിന് സമീപം അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഇവിടുത്തെ അപകടവളവ് നിവർത്തണമെന്ന ആവശ്യം പൊതുമരാമത്ത് വകുപ്പിന്റെ ഫയലിൽ കുടുങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോടെയാണ് പുനലൂർ മുക്കടവ് പാലത്തിന് സമീപത്തെ കൊടുമ്പളവിൽ ലോറിയും കാറും ബൈക്കും കൂട്ടിയിടിച്ച് പിഞ്ചുകുഞ്ഞുൾപ്പെടെ അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തു. ഇത്തരം അപകടങ്ങൾ ഇവിടെ ആദ്യ സംഭവമല്ല. ചുരുങ്ങിയ നാളുകൾക്കിടയിൽ തന്നെ ചെറുതും വലുതുമായ നിരവധി അപകടങ്ങൾക്കാണ് ഈ വളവ് സാക്ഷിയായത്. ഇതിന് പരിഹാരം കാണാൻ ഈ കൊടുമ്പളവ് നിവർത്തണമെന്ന ആവശ്യത്തിനും കാലങ്ങളുടെ പഴക്കമുണ്ട്. പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ള റോഡാണിത്. അതുകൊണ്ട് തന്നെ വകുപ്പ് അധികൃതരാണ് ഇതിന് പരിഹാരം കാണേണ്ടതും. തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ പ്രതിദിനം ചെറുതും വലുതുമായ ആയിരക്കണക്കിന്
ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. ഈ കൊടുംവളവിന് പരിഹാരം എത്രയും വേഗം ഉണ്ടാകുമെന്ന് ഓരോ അപകട സമയത്തും പൊതുമരാമത്ത് അധികൃതർ പറയുമെങ്കിലും ഇത് സംബന്ധിച്ച ഫയലുകൾ ചുവപ്പ് നടയിൽ കുരുങ്ങി സുഖമായി ഉറങ്ങുകയാണ്. വേഗത നിയന്ത്രിക്കുന്നതിനുള്ള സൂചനാ ബോർഡുകളും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. ഇനിയും അധികൃതരുടെ ഈ അനാസ്ഥ തുടർന്നാൽ നിരവധി ജീവനുകളാകും ഈ കൊടുംവളവിൽ പൊലിഞ്ഞു തീരുക. മിക്ക ദിവസങ്ങളിലും ആക്സിഡന്റ് ഉണ്ടാകുന്ന ഈ റോഡുകളിൽ ഒരു സുരക്ഷിത ബോർഡുകളോ ഒന്നും തന്നെ സ്ഥാപിച്ചിട്ടില്ല. കൂടാതെ റോഡ് പണിയുടെ പേരിൽ 6 മാസം കൂടുമ്പോൾ ഓരോ ഫണ്ടുകൾ ഉപയോഗിച്ച് റോഡ് പണിയുന്നു എന്ന് കാട്ടിത്തീർക്കുന്ന ഉദ്യോഗസ്ഥരാണ് പുനലൂർ PWDയിലുള്ളത്. ഈ റോഡുകളിൽ ഓരോ ദിവസം ടാർ ചെയ്യുമ്പോഴും വീതി കൂടി വരേണ്ടതിന് പകരം കുറഞ്ഞു വരികയാണ്. ഇവിടെ വൻ അപകടം ഇനിയും ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് ഔദ്യോഗികർക്ക് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ 6 മാസം കൂടുന്ന നടക്കുമ്പോൾ ശബരിമല സീസണിൽ കൂടാതെ നടക്കുന്ന ടാറിങ്ങുകളെല്ലാം വൻ അഴിമതിയിലേക്കാണ് പോകുന്നത്. എന്നും നിരന്തരം ഒരു സ്ഥലങ്ങളിൽ മാത്രം ടാറിങ് വെട്ടിപ്പൊടന്ന് പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇതിന്റെ ഉത്തരവാദിത്തം കോൺട്രാക്ടർമാർ മാത്രമല്ല, ഇതിന്റെ മെയിൻ ഉദ്യോഗസ്ഥർ PWDയുടെ മിക്ക ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥയാണ്. ഈ ഉദ്യോഗസ്ഥർക്കെല്ലാം ക്രിമിനൽ കുറ്റം ചുമത്തണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കഴിഞ്ഞ കുറെ നാളുകളായി ഇത് PWD ഉദ്യോഗസ്ഥരെ ചൂണ്ടിക്കാണിച്ചിട്ടും വളരെ അനാസ്ഥയിലാണ് ഇവർ ഇതിനെ നോക്കിക്കാണുന്നത്. ഇതിന് അടിയന്തരമായ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും സംയുക്തമായ നേതൃത്വത്തിൽ പുനലൂർ PWD ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ലൈവ് വാർത്ത പുനലൂർ. തലവൂർ പൂരത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. ക്ഷേത്രം മോടികൂട്ടലും അറ്റകുറ്റപ്പണികളുമെല്ലാം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. തലവൂർ തൃക്കൊന്നമർകോട് ദേവീക്ഷേത്രത്തിലെ പൂരം മഹോത്സവം ജില്ലയുടെ തെക്കൻ മേഖലയുടെ ദേശീയോത്സവം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഫെബ്രുവരി 15 തിങ്കളാഴ്ച ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തോടെയാണ് തലവൂർ പൂരത്തിന് തുടക്കമാവുക. കോഴിക്കോട് സ്വാമി ജയേഷ് ശർമ്മയുമാണ് യജ്ഞാചാര്യൻ. സപ്താഹ ദിനങ്ങളിൽ വിശേഷാൽ പൂജകൾ, ആധ്യാത്മിക പ്രഭാഷണങ്ങൾ, നൃത്തനൃത്യങ്ങൾ, കഥകളി തുടങ്ങിയവ അരങ്ങേറും. 23-നാണ് പൂരം തിരുനാൾ. പൂരസദ്യയ്ക്ക് ശേഷം തിരുനാൾ ദിനത്തിൽ ഉത്സവ ഘോഷയാത്ര നടക്കും. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ, വാദ്യമേളങ്ങൾ, താലപ്പൊലികൾ, മുത്തുകുടകൾ, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ ഘോഷയാത്രയ്ക്ക് മിഴിവേകും. പാണ്ടിത്തിട്ട ഗുരുസി കാമൻകാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര സന്നിധിയിൽ നിന്നാണ് ഘോഷയാത്ര ആരംഭിക്കുക. 24-ന് ഉത്രം നാളിൽ നടക്കുന്ന പ്രശസ്തമായ തലവൂർ കമ്പത്തോടെയാകും തലവൂർ പൂരത്തിന് കൊടിയിറങ്ങുക. ലൈവ് വാർത്ത പുനലൂർ. കടക്കാമൺ കൊല്ലാല മുത്തപ്പൻകാവിൽ ഉച്ചാര മഹോത്സവം ആഘോഷിച്ചു. 1000 തിരുനാളിലും 100 കണക്കിന് വിശ്വാസികൾ ഇവിടെ എത്തും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കടയ്ക്കാമൺ കൊല്ലാല മുത്തപ്പൻകാവിന് കേരളത്തിലെ അതിപുരാതന ക്ഷേത്രങ്ങളുമായി ഐതിഹ്യ ബന്ധമുണ്ട്. ചേകം മഹാദേവർ ക്ഷേത്രം, പിടവൂർ പ്ലാക്കാട് ക്ഷേത്രം, പുന്നല, കണ്ണങ്കര എന്നീ ക്ഷേത്രങ്ങളുടെ മധ്യസ്ഥാനത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കാവിൽ വിദൂര സ്ഥലങ്ങളിൽ നിന്നും നിരവധി വിശ്വാസികൾ എത്തുന്നു. കാവിനുള്ളിൽ സർപ്പത്തിന്റെ രൂപത്തിൽ പുറ്റു വളരുന്നതും വിശ്വാസികളെ അത്ഭുതപ്പെടുത്തുന്നു. വർഷങ്ങളായി മകരം 27-ാം തീയതി നാളിൽ മുത്തപ്പൻകാവിൽ ഉച്ചാര മഹോത്സവം ആചരിച്ചു വരുന്നു. ചില കാരണങ്ങളാൽ ഒരു വർഷം മഹോത്സവം മുടങ്ങിയപ്പോൾ പ്രദേശവാസികൾക്ക് ദോഷഫലങ്ങൾ ഉണ്ടായതായും പഴമക്കാർ പറയുന്നു. മകരമാസത്തിലെ ഉച്ചാര മഹോത്സവത്തിന് പുറമെ മാസത്തിൽ ആയില്യം തിരുനാളിലും വിശേഷാൽ പൂജകൾക്ക് വിശ്വാസികൾ എത്തുന്നു. അനിൽ രാജ് കൊല്ലാല, കെ ശ്രീധരൻ, കെ ശശിധരൻ, എൻ രവി, മഹേഷ്, അപ്പു എന്നിവർ ഭാരവാഹികളായ മുത്തപ്പൻകാവ് വികസന സമിതി രൂപീകരിച്ചിട്ടുണ്ട്. കൊച്ചു ചെറുക്കനാണ് ക്ഷേത്ര പൂജാരി. പിന്നെ ഇവിടുത്തെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നാഗരാജാവാണ് ഏറ്റവും ഭയങ്കരം. അത് നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കും. അതിന് പല ആൾക്കാരും കണ്ടിട്ടുമുണ്ട്. എന്നാൽ വിശ്വാസികളെ ഒരു കാരണവശാലും കൈവിട്ടിട്ടില്ല. അതിൻ്റെ പേരിൽ 10-14 വർഷമായിട്ട് ഈ സമീപവാസികൾ ഇവിടെ വെച്ചാരാധനയും ഈ ഉച്ചാര മഹോത്സവമായിട്ട് ഒരു ചടങ്ങ് നടത്തിക്കൊണ്ടു പോകുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷെഹനാസ്, ലാക്മി, ആറ്റിക്സ് ഡാസ്ലർ, മെബ്ലിൻ, നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻ. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. പവിഴം ഗോൾഡ്,
100% 916 BIS Hallmark Showroom. Municipal Building, Market Junction, Punalur. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. പുന്നല അമ്മൂമ്മ കൊട്ടാരത്തിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പൊങ്കാല അർപ്പിച്ചത്. പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ശശികല പൊങ്കാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ശശികല പൊങ്കാലയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അമ്മൂമ്മയുടെ തിരുസന്നിധിയിൽ എത്തിച്ചേരുന്ന ഏതു ഭക്തർക്കും അമ്മൂമ്മയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്നുള്ളത് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുന്നു. അമ്മൂമ്മയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എനിക്ക് ഈ പഴമോട് പറഞ്ഞെ പ്രതിനിധീകരിച്ച് ഒരു സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിക്കാനും ഈ പിറവന്തൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി ഈ ഭദ്രദീപം തെളിക്കുന്ന ചടങ്ങിന് പങ്കാളിയാകുവാൻ സാധ്യമായി. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളോടും ഒന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അമ്മൂമ്മയെ അകൽമഷമായി അകളങ്കമായി വിശ്വസിച്ച നിങ്ങളുടെ ഏതാഗ്രഹവും സാധിച്ചു തരുന്നു. തുടർന്ന് കൊട്ടാരം തന്ത്രി ബ്രഹ്മശ്രീ N. നവനീത് കൃഷ്ണൻ പോറ്റി ഭണ്ഡാര അടുപ്പിൽ അഗ്നി പകർന്നതോടെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പൊങ്കാല സമർപ്പിക്കാനായി അമ്മൂമ്മ കൊട്ടാരത്തിൽ എത്തിയത്. കൊട്ടാരം സെക്രട്ടറി ഷാജൻ കാട്ടാശ്ശേരിയിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. ഇനി ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്ക്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. കോൺഗ്രസിനെയും ഉമ്മൻചാണ്ടിയെയും കടന്നാക്രമിച്ച് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ഉമ്മൻചാണ്ടിയിലൂടെ കേരളീയ സമൂഹം അപമാനിതരായെന്നും പിണറായി. നവകേരള മാർച്ചിന് പത്തനാപുരത്ത് പ്രൗഢോജ്വലമായ സ്വീകരണം. രാഷ്ട്രീയ ജാഥകൾ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ മുന്നണികളിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് തുടക്കമാകുന്നു. പുനലൂരിലും സ്ഥാനാർത്ഥി നിർണയത്തിന് അനൌദ്യോഗിക തുടക്കം. കടക്കൽ പഞ്ചായത്തിൽ പെൻഷൻ വിതരണം അവതാളത്തിൽ. പെൻഷൻ വാങ്ങാനെത്തിയവർ നിരാശരായി മടങ്ങി. തെന്മല പഞ്ചായത്തിലും പെൻഷൻ കുടിശ്ശിക വിതരണം അട്ടിമറിച്ചതായി ആക്ഷേപം. അപകടം വിതച്ച് പുനലൂർ മൂവാറ്റുപുഴ റോഡിലെ മുക്കടവ് കൊടുമ്പളവ്. പ്രശ്നം പരിഹരിക്കാമെന്ന PWയുടെ വാക്ക് പഴം ചാക്കാകുന്നു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.
ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.